നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 3. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപഃ. ഹേ പാർത്ഥ, ഇത്തരം തരംതാണ നപുംസകഭാവത്തെ നീ പ്രാപിക്കരുത്. ഇത് നിന്നിൽ യോഗ്യമാവുന്നില്ല. ഹേ പരം തപ, ശത്രുക്കളെ സംഹരിക്കുന്നവനെ, ഇത്തരം നിസ്സാരമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പൃഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിനു മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വന്തം പിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായി കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായൊരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനന്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. അഹിംസാ തത്വം കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ശ്ലോകം 4. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? ഗുരുജനങ്ങളായ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും പൂജനീയരാണ്. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അർജുനൻ അവർക്കു നേരെ അമ്പെയ്യുക?